ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ റാങ്ക് ജേതാക്കളെ ആദരിച്ചു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് MBBS പരീക്ഷയിൽ ഈ വർഷം ഒന്നാം റാങ്ക് നേടിയ ഡോക്ടർ അമൃത കൃഷ്ണ ജെ, മുൻവർഷ റാങ്ക് ജേതാക്കളായ ഡോക്ടർ ശ്രീവിദ്യ സുരേഷ്, ഡോക്ടർ അക്ഷിമ ആർ ചന്ദ്രൻ, ഡോക്ടർ റെനി ബെന്നി എന്നിവർ മന്ത്രിമാരിൽ നിന്നും ആദരം ഏറ്റുവാങ്ങി. ചടങ്ങിൽ മുഖ്യ അതിഥിയായ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്, മുൻ കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററികാര്യ സഹമന്ത്രി വി മുരളീധരൻ, മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. മിടുക്കരായ വിദ്യാർത്ഥികളെന്നും സമൂഹത്തിന് മുതൽക്കൂട്ടാണെന്നും അനുകമ്പയോടെയുള്ള രോഗീ പരിചരണം, ധാർമ്മികമായ മെഡിക്കൽ പ്രാക്ടീസ്, വൈദ്യശാസ്ത്ര രംഗത്തെ സമർപ്പണം എന്നിവ ഓരോ ഡോക്ടർമാരിലും ഉണ്ടാകേണ്ട മൗലിക കടമയാണെന്ന് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. കൂടുതൽ പറഞ്ഞു പോകുന്നത് ശരിയല്ല എന്നതുകൊണ്ട് ഒരിക്കൽ കൂടി ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുന്നു. എന്നോട് പ്രസിഡന്റ് ഇടയ്ക്കിടയ്ക്കെല്ലാം പറഞ്ഞു, പോക്കറ്റിൻ്റെ കനം നോക്കിയിട്ടാണ് ചികിത്സ വിധിക്കുന്നത് ഇപ്പോൾ പലയിടങ്ങളിലും നിശ്ചയിക്കുന്നതെല്ലാം. പ്രവേശനം പോലും ഏതാണ്ട് അത്തരത്തിൽ മാറുന്നിടത്ത് ഞങ്ങൾ അങ്ങനെയല്ല എന്ന് അഭിമാനത്തോടുകൂടി അദ്ദേഹം പറയുമ്പോൾ അതെനിക്കും അങ്ങേയറ്റം സന്തോഷകരമായ ഒന്നായിട്ട് മാറി. മടിശീലിയുടെ കനം നോക്കിയിട്ടാണ് വലിയ വലിയ കോഴ്സുകൾക്കുള്ള പ്രവേശനം എന്ന് വരുമ്പോൾ പണം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറും. പണം ആധിപത്യം പുലർത്തിയാൽ പിന്നെ ബാക്കിയെല്ലാം സൈലൻ്റായി പോകും. എല്ലാം എപ്പോഴാണോ പണം സംസാരിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ സത്യവും ന്യായവും നീതിയും ധർമ്മവും എല്ലാം നിശബ്ദതയുടെ മാളങ്ങളിൽ ഒളിക്കുന്ന തരത്തിലേക്ക് എത്തും. ഇവിടെ നിങ്ങൾ പറയുന്നത് കഴിയുകയാണ്. എറണാകുളം പട്ടണത്തിൽ വരുമ്പോൾ തന്നെയും പലപ്പോഴും തോന്നുന്നത് ഇപ്പോൾ നേരത്തെ എല്ലാം കാണുന്ന പരസ്യങ്ങൾ അതിലെല്ലാമായിരുന്നു സ്വർണ്ണക്കടകളുടെയും തുണിക്കടകളുടെ. പക്ഷേ ദൗർഭാഗ്യവശാൽ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ കാര്യത്തിൽ മുന്നേറാനായില്ലെങ്കിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. എങ്ങനെയുള്ള വൈറസാണെന്ന് കണ്ടെത്താൻ, കാരണം ഇന്നത്തെ കാലത്ത് പുതിയ പുതിയ ധാരാളം വൈറസുകളെ കുറിച്ചിട്ടുള്ള പഠനങ്ങളാണ് നടക്കുന്നത്. ധാരാളം അത്തരത്തിലുള്ള അസുഖങ്ങളാണ്, എംപോക്സ് എന്നൊക്കെ പറയുന്ന പല പല പുതിയ പുതിയ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരണമെങ്കിൽ ഈ ഒരു സർവേ ഈ പഠനം നമ്മുടെ നാട്ടിൽ നടത്താൻ പറ്റണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയിട്ടുള്ള പഠനത്തിൽ ഓരോ വർഷവും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2015 അത് 3.42 കോടിയായിരുന്നു. 2021 അത് 4.14 കോടിയായിരുന്നു. 2022 അത് 4.33 കോടിയായി. ഇന്ത്യയിലെ മൊത്തം PhD പ്രവേശനം 2015 1.17 ലക്ഷമായിരുന്നത് 7 വർഷം കഴിഞ്ഞ് 2022 ആയപ്പോൾ 2.13 ലക്ഷമായി. ഏതാണ്ട് 7 വർഷക്കാലത്തിനിടയിൽ രാജ്യത്ത് മികച്ച പ്രകടനം നടത്തുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ സംസ്ഥാനം വളരെ പിന്നിലാണ്. പ്രഖ്യാപനം മാത്രം നടന്നാൽ പോരെന്നും മാറ്റം രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ബോധ്യപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ ഉന്നത വിജയം നേടിയവർ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു വി മുരളീധരൻ. രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനുള്ള പരിശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തിവരുന്നത്. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ ഡോക്ടർ അജിത് നീലകണ്ഠൻ, ഗുരുദേവ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീധരൻ ജയകുമാർ, സെക്രട്ടറി സുധാകരൻ പോളാശ്ശേരി, ട്രഷറർ സജീവ് ബാബു കൊമ്പാറ, ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ പ്രദീപ് കുമാർ തങ്കപ്പൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക് ആലുവ.